പശ്ചിമേഷ്യൻ സംഘർഷം പരിഹരിക്കാനുള്ള US-ഇറാൻ സമാധാന ചർച്ച ഇസ്ലാമാബാദിൽ തുടങ്ങിയിരിക്കുകയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ് US പ്രതിനിധി സംഘത്തെ നയിക്കുന്നത്. ചർച്ചയ്ക്ക് മുന്നോടിയായി ഇറാന്റെയും അമേരിക്കയുടെയും നയതന്ത്ര പ്രതിനിധികളുമായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നേരത്തെ വെവ്വേറെ പ്രത്യേക ചർച്ച നടത്തിയിരുന്നു. ഹിമ വിവരങ്ങളുമായി ചേരുകയാണ്. ഹിമ, ഇപ്പോൾ എങ്ങനെയാണ് ചർച്ച പുരോഗമിക്കുന്നത്? ലോകമാകെയും ചർച്ചയെ ഉറ്റുനോക്കുകയാണ്. തീർച്ചയായും അക്ഷയ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക രാജ്യങ്ങളെല്ലാം വലിയ പ്രതീക്ഷയിലാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമോ എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ചർച്ചകൾ എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലാണ് ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പാക് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ആദ്യഘട്ട ചർച്ച അവസാനിച്ചു. അതായത് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികളെ വെവ്വേറെ ഇരുത്തി ഉള്ള ചർച്ചയായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇനി ഇരു രാജ്യങ്ങളെയും ഒന്നിച്ച് അവരുടെ അജണ്ട തീരുമാനിക്കുന്ന ചർച്ചയിലേക്കാണ് ഇനി കടക്കുന്നത്. അതിലാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നിലവിൽ ഒരു വെടിനിർത്തൽ കരാർ നിലവിലുണ്ട്. അതിനി തുടരുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത അപ്പോഴേ വരുള്ളൂ. എന്തായാലും കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടന്നിട്ട് മാത്രമേ ഉള്ളൂ. എന്ത് തീരുമാനത്തിലേക്കായിരിക്കും എത്തുക എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതോടൊപ്പം തന്നെ അമേരിക്ക മുൻപോട്ട് വെക്കുന്ന ഒരു 15 ഇന കരാറാണ് എന്നുള്ളതാണ് നിലവിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം. ആ 15 കരാറിന്റെ കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ലെങ്കിൽ പോലും അതിലെ തീരുമാനങ്ങൾ ഇങ്ങനെയാണ്: ഹോർമുസ് പൂർണ്ണമായും തുറന്നു കൊടുക്കുക, അതോടൊപ്പം തന്നെ അവരുടെ ആണവായുധങ്ങൾ ഉപേക്ഷിക്കുക, സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം കൈമാറുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെയാണ് അമേരിക്ക ഇറാന് മുൻപിൽ വെക്കാൻ പോകുന്നത്. ഇറാൻ ഇതൊക്കെ അംഗീകരിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്തായാലും ഈ ഒരു ചർച്ചയിൽ ധാരണയായാൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരും. എന്നാൽ അതേസമയം തന്നെ ഈ ഒരു ചർച്ചയിൽ ധാരണയായില്ല എങ്കിൽ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വ്യക്തത വന്നിട്ടുള്ള ഈ ഒരൊറ്റ ദിവസത്തെ ചർച്ച മാത്രമാണോ ഉണ്ടാവുക, അതോ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ തന്നെ തങ്ങി ഇനി ചർച്ചകൾ വരും ദിവസങ്ങളിലേക്കും പുരോഗമിക്കുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. വലിയ പ്രതീക്ഷയോടെ തന്നെ ലോക രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട് ഈ ചർച്ചയെ.